കേരളത്തെ ഇപ്പോൾ നടക്കുന്നത് തിരുവല്ലയിൽ 18-കാരിയെ യുവാവ് നടുറോഡിൽ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച വാർത്തയാണ്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടി തിരുവല്ല ചിലങ്ക ജംഗ്ഷനിലാണ് സംഭവം. സംഭവത്തിൽ തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജീവ് മാത്യുവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന് ഇരയായ പെൺകുട്ടി 60% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. +2 മുതൽ പ്രേമത്തിലായിരുന്നെന്നും ഇപ്പോൾ പുതിയ കാമുകനുണ്ടെന്ന് അറിയിച്ചതിനാലാണ് ക്രൂരകൃത്യത്തിന് മുതിർന്നതെന്നും തിരുവല്ല പോലീസ് കസ്റ്റഡിയിലുള്ള കോയിപ്പുറം കുമ്പനാട് കടപ്ര കാരിൽ അജിൻ റജീവ് മാത്യൂസ് പറയുന്നു. തിരുവല്ല ചുമത്ര സ്വദേശിയായ 19-കാരിയെ ഇന്ന് രാവിലെ തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ വെച്ചാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. നാട്ടുകാരാണ് ഇയാളെ പിടികൂടി തടഞ്ഞു വെച്ച് തിരുവല്ല പോലീസിന് കൈമാറിയത്. പരിക്കുള്ളതിനാൽ അജിനെ പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയനാക്കി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും പോലീസിന് ലഭിക്കുന്ന സൂചന. തലയിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷമാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമികമായി പുറത്തു വന്നിട്ടുള്ള വിവരം. പെൺകുട്ടിയുടെ മുഖമുൾപ്പെടെയുള്ള മുൻഭാഗത്താണ് കൂടുതൽ പൊള്ളലേറ്റിട്ടുള്ളതെന്ന് രക്ഷാപ്രവർത്തകരിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചു. അജിൻ വെച്ചുച്ചിറ വിശ്വബ്രാഹ്മിൺസ് കോളേജിലെ BSc കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പെൺകുട്ടി നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സിൽ ചേർന്നാണ് പഠിച്ചു വരുന്നത്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് താൻ എത്തിയതെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ അജിൻ ഉറപ്പിച്ചു പറഞ്ഞതായിട്ടും സൂചനയുണ്ട്. പുത്തേഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പെൺകുട്ടിയും താനും അടുപ്പത്തിലായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങളായി തന്നെ അവഗണിക്കുന്നതായി മനസ്സിലായി എന്നും കാരണം തിരക്കിയപ്പോൾ വേറെ കാമുകനുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് പ്രകോപനമായത്. പുത്തേഴം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പെൺകുട്ടിയും താനും അടുപ്പത്തിലായിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങളായി തന്നെ അവഗണിക്കുന്നതായി മനസ്സിലായി എന്നും കാരണം തിരക്കിയപ്പോൾ വേറെ കാമുകനുണ്ടെന്ന് പെൺകുട്ടി പറഞ്ഞതാണ് പ്രകോപനമായത്. ഇനി താൻ കാണാൻ വരണ്ടെന്നും പെൺകുട്ടി പറഞ്ഞെന്നും ഇതിനുശേഷമാണ് വകവരുത്താൻ തീരുമാനിച്ചതെന്നുമാണ് അജിൻ പോലീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വരുന്ന വഴി പുല്ലാട് നിന്നും 2 കുപ്പികൾ നിറയെ പെട്രോൾ വാങ്ങിയാണ് അജിൻ ചിലങ്ക ജംഗ്ഷനിൽ പെൺകുട്ടിയെയും തടഞ്ഞു നിർത്തിയത്. കയ്യിൽ കത്തിയും കരുതിയിരുന്നു. പെൺകുട്ടിയെ കണ്ടതോടെ അജിൻ പാഞ്ഞെടുത്ത് വയറ്റിൽ കുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയതെന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം. പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനയിലാണ് ബന്ധുക്കളും. ഇപ്പോൾ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി തുടരുന്നത്. കൃത്യത്തിന് ശേഷം രക്ഷപ്പെടാനുള്ള അജിന്റെ നീക്കം നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വിഫലമാവുകയായിരുന്നു. അയിരൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് ആക്രമണത്തിന് ഇരയായത്. പെൺകുട്ടിയുടെ മുടിയിലും തീ പടർന്നിട്ടുണ്ട്. മുഖത്ത് ഭാഗികമായി പൊള്ളലേറ്റിട്ടുമുണ്ട്. യുവാവിന്റെ ശല്യമുള്ള കാര്യം പെൺകുട്ടി പറഞ്ഞിരുന്നില്ലെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്.